മാരീഷൻ എന്നുള്ള ഫഹദ് സിനിമ കാണാൻ വേണ്ടി വരുന്നത് സ്ക്രീൻ ടൂവിൽ വന്നിരിക്കുകയാണ്. സിനിമയുടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന PROമാരോടും മാർക്കറ്റിംഗ് ഏജൻസിനോടൊക്കെയാണ്, നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ്സ് ബ്ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ ആൾ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തുക. ആളില്ലെങ്കിൽ അതൊന്ന് അൺബ്ലോക്ക് ചെയ്ത് വിടുക. ഞങ്ങൾക്ക് നല്ല സീറ്റിൽ പോയി ടിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങിയിരിക്കാമല്ലോ. ഇന്നിപ്പം ഞാൻ ചെന്നിട്ട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോയി ഇരുന്ന സീറ്റിൻ്റെ മുകളിൽ കുറേ റോസ് വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നു, ഒരു മനുഷ്യനില്ല. എനിക്ക് കുറച്ചും കൂടി നല്ല സീറ്റിൽ മുകളിൽ കയറി ഇരിക്കാമായിരുന്നു, പക്ഷേ അതൊക്കെ ബ്ലോക്ക്ഡാക്കി വെച്ചേക്കണമായിരുന്നു. അപ്പോൾ ദയവ് ഇത് എൻ്റെ പൊന്ന് PROമാരെ, നിങ്ങൾക്ക് ആൾ കുഞ്ഞില്ലെങ്കിൽ ദയവ് ഇത് അതൊന്ന് അൺലോക്ക് ചെയ്ത് വിടുക. അപ്പോൾ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വരുന്ന ആൾക്കാർക്ക് അത് ചൂസ് ചെയ്യാനെങ്കിലും പറ്റും. ഇതിപ്പം നിങ്ങൾ തിഞ്ഞയില്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അതൊന്നും എനിക്കിവിടെ എടുത്ത് പറയണമെന്ന് തോന്നി. കാരണം ഇന്ന് ഒരു 70% ഓഫ് ദി സീറ്റ്സ് ബുക്ക്ഡ് ആയിട്ടാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ C റോ എടുത്തത്. എനിക്ക് കുറച്ചുകൂടി മുകളിലത്തെ ഒരു റോ എടുക്കാനായിരുന്നു താല്പര്യം, പക്ഷേ അതൊക്കെ ലോക്കാക്കി വെച്ചേക്കണായിരുന്നു. അണ്ട് സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ആയിട്ടും അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. മാരീഷൻ ഡയറക്റ്റഡ് ബൈ സുധീഷ് ശങ്കർ. ആള് ഒരു കോഴിക്കോടുകാരനായ മലയാളിയാണ്. ഇതിനു മുന്നും 2 സിനിമയാണ് പുള്ളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നൊരു തമിഴ് സിനിമയും രണ്ടാമത്തുള്ളത് വില്ലാളി വീരൻ എന്നുള്ള ദിലീപിൻ്റെ സിനിമയാണ്. ഞാൻ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമക്ക് പോകാൻ 2 കാര്യങ്ങളാണ്. ഒന്ന് ഫഹദ് ഫാസിൽ, രണ്ടാമത്തത് തീർച്ചയായിട്ടും ഇപ്പോൾ ഹാസ്യ നടനിൽ നിന്നും ഒരു അടിപൊളി ക്യാരക്ടർ ആക്ടറായിട്ട് മാറിയിരിക്കുന്ന വടിവേലു എന്നുള്ള ലെജൻഡറി ആക്ടറാണ്. അപ്പോൾ ആ 2 പേരുകൾ മാത്രം മതിയായിരുന്നു എനിക്ക് ഈ സിനിമ കാണാൻ പോകാനായിട്ട്. ഇതിൻ്റെ ടീസർ നേരത്തെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വനിതയിൽ ഒരു സിനിമ കാണാൻ പോയപ്പോഴേക്കും അതിൻ്റെ ടീസർ കാണാനിടയുണ്ടായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഇന്ന് ഈ സിനിമ കാണാൻ പോയത്. രാവിലെ എനിക്ക് ഫാൻറ്റാസ്റ്റിക് 4 ഫസ്റ്റ് സ്റ്റെപ്സ് മാർവൽ ഫാൻസ് ഇന്ത്യയോടൊപ്പം ഫാൻ ഷോ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ഉടനെ തന്നെ ഞാൻ ഈ സിനിമക്ക് കയറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സിനിമ എന്നെ സംബന്ധിച്ചിട്ട് ഒരു സ്ലോ പേസിൽ മൂവ് ചെയ്ത് ഇങ്ങനെ ഗ്രാജുവലി പോയി അവസാനം ഒരു മാരക പഞ്ചിൽ അവസാനിച്ച ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ആദ്യമൊക്കെ ഭയങ്കര ഇഴഞ്ഞും തട്ടിയും തടഞ്ഞും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കുറേ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ബോറടിച്ചായിരുന്നു. മേ ബി രാവിലെ ഞാൻ കണ്ട സിനിമ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പടത്തിൽ നിന്നും ഇതിലേക്ക് വന്നപ്പോഴേക്കും ഇത് കുറച്ചുകൂടി ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ത്രില്ലർ മൂഡിലുള്ള പടമായി ഇങ്ങനെ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തതും നൈസായിട്ടാണ്. ആ ഫസ്റ്റ് ഹാഫ് എൻഡിങ് തൊട്ട് പടം ഒരു പേസിങ്ങിലേക്ക് വരും. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി പേസ് ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ മറ്റേ സൈൻ വേവ് പോലെ ഇങ്ങനെയാണ്. അതായത് ഇടയ്ക്ക് ഹൈ ആവും, ഇടയ്ക്ക് ലോ ആവും, ഇടയ്ക്ക് ഹൈ ആവും, ഇടയ്ക്ക് ലോ ആവും. അപ്പോൾ ചില സംഭവങ്ങളൊക്കെ ട്രിം ചെയ്ത് എഡിറ്റ് ചെയ്ത് ചെറുതാക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. 2.25 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഈ സിനിമ. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ 10 മിനിറ്റൊക്കെ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഒരു ചെറിയ ത്രെഡാണ് അത് കുറച്ചുകൂടി മിനിമലിസ്റ്റിക് ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്താനേന്നൊക്കെ എനിക്ക് തോന്നുന്നൊരു സംഭവമാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ദിസ് ഈസ് ബാക്ക്ഡ് അപ്പ് ബൈ സൂപ്പർ ആക്ടിങ് ബൈ വടിവേലുവാണ് ഈ സിനിമയിലുള്ള ഏറ്റവും കിടിലൻ പെർഫോമർ. ഫഹദ് ആസ് ഓൾവേസ് സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയതൊന്നും ഞാൻ ഫഹദിൽ നിന്നും കണ്ടില്ല. കാരണം നമ്മുടെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലുള്ള ക്യാരക്ടർ അതേപടി ആ സെറ്റിൽ നിന്ന് നടന്ന് ഈ സെറ്റിലേക്ക് വന്നാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഫീലാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയത്. സെയിം നമ്മൾ ഇതിനു മുന്നേ ഫഹദ് ഇത് ഒരുപാട് തവണ ചെയ്ത് കണ്ടിട്ടുള്ള മാനറിസംസും ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ പുതുമയൊന്നും തോന്നിയില്ല. വൃത്തിക്ക് അത് ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു പുതുമ ഫീൽ ചെയ്തില്ല. എങ്ങും നമുക്കൊരു ഫഹദിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ ഒരു പുതിയ സാധനം തന്നായിട്ടൊന്നും ഫീലായില്ല. പക്ഷേ വടിവേലുയുടെ കേസിൽ അതല്ല. വടിവേലും അതുപോലെ തന്നെ കോവൈ സർള, പൊതുവേ കോമിക്കൽ റോളിൽ വരുന്ന കോവൈ സർള ഇതിനകത്ത് വെറുതെ കിടിലൻ ഒരു സീരിയസ് പോലീസ് ഓഫീസറിൻ്റെ റോളിലാണ്. അത് പുള്ളിക്കാരി വളരെ ഭംഗിയായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഹാസ്യ നടന്മാർ സീരിയസ് റോൾ ചെയ്യുമ്പോൾ അത് വെറുതെ വിഷയമായിരിക്കും. അതവർ അത്രയും ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും, വിത്ത് ഈസോടുകൂടി ചെയ്യുകയും ചെയ്യും. കാരണം ഒരാളെ ചിരിപ്പിക്കുക പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണെന്നാണ് പൊതുവേ സിനിമാക്കാരുടെ ഇടയിലുള്ള ഒരു സംഭവം. അത് ഏതൊരു ആക്ടറിനോടോ ഡയറക്ടറിനോടോ ആരോട് ചോദിച്ചാലും അവർ പറയും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഒരു ഓഡിയൻസിനെ പേടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ചിരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ കഴിവുള്ള ആളുകൾ
ഇത്തരം സീരിയസ് റോളുകൾ ചെയ്യുമ്പോഴേക്കും അതിഗംഭീരമായിരിക്കും. അത് മലയാളത്തിൽ നമ്മൾ കാണാറുണ്ട് ഒരുപാട് ആക്ടേഴ്സിൻ്റെ കേസിൽ, സ്പെഷ്യലി ജഗദീഷ് ചേട്ടൻ്റെ കേസിൽ അത് എടുത്തറിയാൻ പറ്റാറുണ്ട് ഈ അടുത്തുള്ള കുറേ സിനിമകളിൽ. സിദ്ദിഖ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത്. വടിവേലു എന്നുള്ള നടൻ ഇപ്പോൾ ഇങ്ങനത്തെ റോൾസ് ചെയ്തപ്പോൾ എന്ത് രസമെന്ന് പറയാമോ. സെയിം സംഭവം സൂര്യയിലും നമുക്ക് കാണാൻ പറ്റി. സൂര്യ ഒരു ഹാസ്യ നടനായി കുറേ നാൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് ഇപ്പോൾ ക്യാരക്ടർ ഡ്രിവനായിട്ടുള്ള സീരിയസ് റോൾസ് ചെയ്തപ്പോഴേക്കും എന്തൊരു ചേഞ്ച്. ആ ഒരു സംഭവം എനിക്ക് ഇവിടെയും തോന്നി. എന്തായാലും ഫോർ മീ വടിവേലു വാസ് എ ബെസ്റ്റ് പെർഫോമർ ഇൻ ദിസ് മൂവി. ഫഹദ് ഡിഡ് വെൽ, പക്ഷേ ഒരു പുതുമയായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സിനിമയുടെ എൻഡിങ് നോട്ട് വാസ് ഡാം ഗുഡ്. അത് ഭയങ്കര പഞ്ചി ആയിട്ടാണ് അത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഈ സിനിമ ഒരു പഞ്ചോടുകൂടിയാണ് അവസാനിക്കുന്നത്. അത് കലക്കനായിരുന്നു. അത് എത്രത്തോളം എന്താ പറയുക, മോറലി റൈറ്റായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ലീഗലി നമുക്ക് റൈറ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് അങ്ങനെയാണ് അത് അങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും അത് എല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒരുപാട് ത്രില്ലേഴ്സൊക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കാം. ഞാൻ ഊഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കത് പ്രഡിക്റ്റബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തായാലും ഇതൊരു രസമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കുറച്ചുകൂടി ട്രിം ഡൗൺ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നതിനെന്ന്, കുറച്ചുകൂടി എൻഗേജിങ് ആയിരുന്നതിനെന്ന് എനിക്ക് തോന്നി. അത് ഞാനിവിടെ പറയുന്നു. എന്തായാലും ഈ സിനിമ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു സിനിമ തന്നെയാണ്. അതിഗംഭീര പടം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, സിനിമ ഇഷ്ടപ്പെട്ടു. അതിഗംഭീര പടം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയില്ല. എന്തായാലും നല്ലൊരു സിനിമ കൂടിയാണ്. പിന്നെ ഇതൊരു റോഡ് ട്രിപ്പ് മോഡൽ പടമാണ്. അത് ഞാൻ ഇതിടാൻ കാരണം കൂടുതൽ സമയവും ഇതിനകത്ത് ഫഹദും വടിവേലുടെയും ക്യാരക്ടർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിൽ, ബൈക്കിൽ കൂടുതൽ സമയം. അപ്പോൾ ഒരു റോഡ് ട്രിപ്പ് മൂഡ്, ഒരു ത്രില്ലർ പടവും കൂടിയാണ്. ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ആസ്വദിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇതിലെ പാട്ടുകളൊക്കെ ഒരു ഭയങ്കര തനതായ തമിഴ് പാട്ടുകൾ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നാടൻ ശൈലിയൊക്കെയാണ് മാക്സിമം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ അടിപൊളിയായിരുന്നു. സൗണ്ട് മിക്സും അടിപൊളിയായിരുന്നു. ഞാനത് ഇനി തൊട്ട് പ്രത്യേകം എടുത്ത് പറയണമെന്ന് വിചാരിച്ചു. സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സും ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം കൊള്ളായിരുന്നു. മിക്സും അടിപൊളിയായിരുന്നു. ഇത് ഐ ആം ഷുവർ ഇറ്റ് വാസ് ആൻ അറ്റ്മോസ് മിക്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടായിരുന്നു ഇത് വനിതയിൽ സ്ക്രീൻ ടൂല് കണ്ടപ്പോഴേക്കും. വനിത സ്ക്രീൻ ടൂലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. നല്ല ഒരു സൗണ്ട് മിക്സും കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് തോന്നി. നല്ല ബേസൊക്കെ നല്ല ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ഇടിയൊക്കെ കിൻഡൽ ഇടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ചില ത്രില്ലർ മോഡിലുള്ള കുറച്ച് ബീറ്റ് വരുന്ന സൗണ്ടും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇറ്റ് വാസ് എ വെരി ഗുഡ് വാച്ച് എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായമായിട്ട് കോയിൻസൈഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായം ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. സിനിമ കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയുക. അതാണ് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. ചില ആളുകളുണ്ട് വെറുതെ ബ്ലൈൻഡ് ഹേറ്റ് കൊണ്ടും എങ്ങനെയെങ്കിലും സിനിമയെ ചവിട്ടി കിട്ടാനായിട്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെ വായി തോന്നിയത് ഒതക്കുപാട്ട് പറഞ്ഞിട്ട് പോകുന്ന ടീമുണ്ട്. അവരൊന്നും ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നതേ അല്ല. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം ഈ കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്. എൻ്റെ ചാനലിൽ എന്ത് ടൈറ്റിലിടണം, എന്ത് തംബ്നെയിലിടണം, ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ മാത്രം വ്യക്തിപരമായ ചോയ്സസാണ്. അതിലാരിടപെടുന്നതും എനിക്കിഷ്ടമല്ല. അത് ഞാൻ എൻ്റർടൈൻ ചെയ്യത്തുമില്ല. അതിന് നിങ്ങൾ ആർക്കെങ്കിലും മുഖം കറുപ്പിച്ച് എന്നോട് എന്തെങ്കിലും വിരോധം തോന്നിയാൽ ആയിക്കോട്ടെ എന്ന് തന്നെ ഞാൻ വെക്കുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല, എൻ്റർടൈൻ ചെയ്യാനും പറ്റില്ല. അത് ഞാനിവിടെ തുറന്ന് പറയുകയാണ്. കാരണം ഞാൻ ആ കാര്യങ്ങളിൽ കൈ കടത്തുന്ന ആൾക്കാരോട് ഞാൻ നോ പറയലാണ് പതിവ്. ഭയങ്കരമായിട്ട് എന്നെ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ച് ഞാൻ അതേ ഭാഷയിലാണ് മറുപടി കൊടുക്കാറ്. അപ്പോൾ ഞാൻ മറ്റേ ഓ തമ്പ്ര എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ എന്തും പറയണ കേട്ടിരിക്കുന്ന ആളായിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ ഒരു നന്മമരം അല്ല. ഞാൻ ഉള്ള കാര്യം ഞാൻ മുഖത്തോക്കി പറയും. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണാമെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്നെ കൊണ്ട് എൻ്റെ ഡ്രസ്സ് മാറ്റിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ തമ്മിൽ മാറ്റിച്ചേ അടങ്ങുള്ളൂ എന്നാണെങ്കിൽ ഇതിവിടെ നടക്കാൻ പോണില്ല. ഞാൻ ഒരു കാരണവശാലും മാറ്റൂല. എനിക്ക്
മാറ്റണം എന്ന് തോന്നിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുകയുള്ളൂ. അല്ലാതെ ഒരാൾ പറഞ്ഞുകൊണ്ടെന്നോ അല്ലെങ്കിൽ അത് നിങ്ങൾ എന്ത് രീതിയിൽ റിക്വസ്റ്റ് ചെയ്താലോ ഒന്നും കാര്യമില്ല. എൻ്റെ ചോയ്സസിൽ വേറൊരാൾ കൈയടത്തുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ കൃത്യമായിട്ട് വളരെ സഭ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ ഞാനിത് കാണുന്നവരോട് പറയുകയാണ്. എന്നോട് വിരോധം തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഇക്കാര്യത്തിൽ വിരോധം തോന്നാനാണെങ്കിൽ തോന്നിക്കോ. ഇതുകൊണ്ടിട്ട് നിങ്ങൾ വീഡിയോ കാണണ്ട എന്നുള്ളൊരു തീരുമാനമാണ്, കാണണ്ട, എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എന്നെ വിടാതെ എൻ്റെ അടുത്ത് ഭരിക്കാൻ വരുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തിട്ട് അനാവശ്യമായ ഒരു കൈയടത്തൽ ആൾക്കാർ ആരും ആയിക്കോട്ടെ ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല. അതിപ്പോൾ എൻ്റെ വീട്ടുകാരായാലും ആരായാലും ശരി, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അതിന് അനുവദിക്കുന്ന ഒരാളുമല്ല. അത് പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. അത് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ എന്നും ചാനലിലൂടെ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് ഒരുപാട് പേര് വീണ്ടും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാതെ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഞാനിവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ എന്നോട് വേറെ വിരോധം തോന്നരുത്. വിരോധം ഇക്കാര്യത്തിൽ തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ശരി, എല്ലാവരോടും നല്ല ഒരു ദിവസം നേരുന്നു. ഞാൻ ഇന്നും വേറെയും എനിക്ക് ഒരു സിനിമ കാണാനുണ്ട്. ഭയങ്കര ആഗ്രഹം എനിക്ക് ആ സിനിമ കാണണമെന്നുള്ളത്. മറ്റേ വിജയ് സേതുപതിയുടെയും നിത്യമേനോൻ്റെയും സിനിമയുണ്ട്, അത് പോയി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഐമാക്സിൽ ഫാൻറ്റാസ്റ്റിക് ഫോർ ഒന്നുകൂടെ കാണുന്നുണ്ട്. എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ ഐമാക്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. അപ്പോൾ ശരി, ബൈ ബൈ.